അതിരപ്പള്ളി റോഡ് ഉപരോധിച്ച പ്രതിഷേധമാണ്. അതിരപ്പള്ളി റോഡ് ഉപരോധിച്ച പ്രതിഷേധമാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ. നിതിൻ, വലിയ പ്രതിഷേധത്തിന്റെ കാര്യങ്ങൾ പോവുകയാണോ? അവിടുത്തെ മേഖലയിലുള്ളവർക്ക് വലിയ രോഷമുണ്ടല്ലോ നിതിൻ. നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ 6 മണി മുതൽ ഇവിടെ ഹർത്താൽ ആരംഭിച്ചിരുന്നു. അരൂർ മൊഴി അതോടൊപ്പം തന്നെ വെറ്റിലപ്പാറ പാതയിൽ റോഡ് ഉപരോധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. ഇതിനിടയിലാണ് പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം നാട്ടുകാരോട് പിന്തിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു. വീണ്ടും നാട്ടുകാരുടെ റോഡ് ഉപരോധവുമായി രംഗത്ത് വന്നു. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഇവിടെ റോഡ് ഉപരോധിച്ച നാട്ടുകാരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയാണ്. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ സമാധാനപരമായാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഒരു 8:30 തന്നെ നാട്ടുകാർ റോഡ് ഉപരോധവുമായി രംഗത്ത് വന്നു. നമുക്കറിയാം, ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. നിരവധി പേരാണ് ഈ ഒരു പ്രധാന കവാടം വഴി ആതിരപ്പള്ളിയിലേക്ക് പോകേണ്ടത്. അവരെല്ലാം തന്നെ നാട്ടുകാർ തടഞ്ഞിരുന്നു. അവരുടെ ജനരോക്ഷം നമുക്കറിയാം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേരുടെ ജീവനാണ് കാട്ടാനാക്രമണത്തിൽ പോലീസ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാട്ടുകാർ ജനകീയ സമിതിയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഹർത്താൽ ഇവിടെ ആരംഭിച്ചത്. നാട്ടുകാർ ഇടയ്ക്ക് റോഡ് ഉപയോഗിച്ചതിനെ തുടർന്നാണ് പോലീസ് പിന്തിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ വീണ്ടും നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയോട് തന്നെ പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. എന്തായാലും ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ പോലീസ് നടത്തിവിടുകയാണ്. മലക്കപ്പാറ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കും അതോടൊപ്പം വെറ്റിലപ്പാറയിലേക്കും അതിരപ്പള്ളിയിലേക്കും വാഹനങ്ങൾ ഇപ്പോൾ പോലീസ് കടത്തിവിടുന്നുണ്ട്. പക്ഷേ ശക്തമായ പ്രതിഷേധവുമായി തുടരുമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 2 ദിവസത്തിനിടെ 3 പേർ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പ്രത്യേക RRT സംഘത്തെ അതിരപ്പള്ളി മേഖലയിൽ വിന്യസിക്കണമെന്ന് നേരത്തെ തന്നെ കാലങ്ങളായി ഇവർ ആവശ്യമുന്നയിക്കുന്നത്. പക്ഷേ അതിനൊന്നും തന്നെ സർക്കാർ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇവിടെ പ്രതിഷേധമുണ്ടോ ആൾക്കാരുടെ? സ്വാഭാവിക പ്രതിഷേധമാണ്. ഇന്നലെ ഇറങ്ങിയ ആന തന്നെയാണ് സംശയമുണ്ട്. ഇപ്പോഴും വേറെ ആന നിൽക്കുന്ന അവിടെ. അപ്പൊ ആൾക്കാർക്ക് വലിയ പ്രാണഭീതിയുണ്ട്. പ്രതിഷേധമുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങൾ പറയരുത്. എങ്ങനെ കുറ്റം പറയാൻ പറ്റും? പ്രാണഭീതി നമ്മുടെ